ഹലോ, ന്യൂസ് ബ്യൂറോ അല്ലേ? അതെ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയായിരുന്നേ. അതായത് പലപ്പോഴും നിങ്ങളുടെ ഒരു പ്രേക്ഷകനാണ്, സ്ഥിരം പ്രേക്ഷകനാണ്. പലപ്പോഴും ഈ പത്രസമ്മേളനങ്ങളിൽ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ, അതായത് പിണറായി വിജയനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ ചോദിക്കാറില്ല. അതുകൊണ്ട് ഞാനൊരു 5 ചോദ്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്ന് ചോദിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നത്. കാരണം വളരെ ദുർബലമായ ചോദ്യങ്ങളാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നത്. വളരെ ശക്തമായ ചോദ്യങ്ങളുണ്ട്. പുള്ളിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് നേരോടെ നിർഭയം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ടാഗ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നിങ്ങൾ ഭയപ്പെട്ട് ചോദിക്കുന്ന പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ അടുത്ത പത്രസമ്മേളനം ഏത് മാധ്യമപ്രവർത്തകനാണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പുള്ളിക്ക് അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമെങ്കിലും, നിങ്ങൾ 5 ചോദ്യം ചോദിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ പറ്റുമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നേരോടെ നിർഭയം എന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ വിശ്വസിക്കും. ഞാനൊരു 5 ചോദ്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് പറയാം. അത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? പോയിന്റ് നമ്പർ 1, ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം പോലും ഇല്ലാത്ത അതിഗുരുതര സാമ്പത്തിക അവസ്ഥയിലും കോടികൾ പൊതുപണത്തിൽ നിന്നെടുത്ത് അങ്ങയുടെ ഫ്ലെക്സുകൾ നാടുനീളെ കെട്ടി ഉയർത്തുന്നതിൽ ഒരു തെറ്റും താങ്കൾക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചെറിയൊരു നോട്ടായിട്ടൊന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിങ്ങളുടെ സ്ഥിരം നിങ്ങളുടെ പത്രസമ്മേളനങ്ങൾ ഞാൻ കാണാറുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളും നിങ്ങൾ സാധാരണ ചോദിക്കാറില്ല. പോയിന്റ് നമ്പർ 2, ഒരു നോട്ട്സ് ആയിട്ടൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അത് ഓർത്തിരിക്കില്ല. 5 ചോദ്യങ്ങളുണ്ടേ, എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് ചെറിയൊരു നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒന്നുകൂടെ വായിക്കണോ? പോയിന്റ് നമ്പർ 1 ഒന്നുകൂടെ വായിക്കണോ? ഓക്കെ. പോയിന്റ് നമ്പർ 2, പട്ടാപ്പകൽ ഒരു സ്ത്രീ ജോലി സ്ഥലത്ത് വെച്ച് ഗുണ്ടകളാൽ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും ഇവിടെ സ്ത്രീ സുരക്ഷയുണ്ടെന്ന് താങ്കൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 3, കൈ ഒടിഞ്ഞതിനുള്ള ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയിൽ പോയി ഒടുവിൽ കൈ മുറിച്ച് മാറ്റപ്പെട്ട വിനോദിനി എന്ന കൊച്ചുകുട്ടിയുടെ മുഖത്ത് നോക്കി ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? പോയിന്റ് നമ്പർ 4, PSC പരീക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 4, PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയിട്ടും നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ മുഖത്തു നോക്കി PSC നിയമനം സുതാര്യമാണെന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? പോയിന്റ് നമ്പർ 5, NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതും ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞതുമൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് എൻ്റെ 5 ചോദ്യങ്ങൾ. ജെന്നി പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ? പറഞ്ഞു. ജെന്നി പറഞ്ഞത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഞാനൊന്ന് ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ പിണറായി വിജയനെ പലപ്പോഴും നിങ്ങളിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? അതായത് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഒരു ആർജവത്തോടെ പോലും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാറില്ല. എല്ലാവർക്കും ഒരു ഭയമുള്ളതുപോലെയാണ്. ഇനി 2 മാസം കൂടി ഉള്ളൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റ് രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കുന്ന അതേ ആർജവത്തോടെ. കാരണം പലപ്പോഴും പുള്ളി നിങ്ങളെ ഭയപ്പെടുത്തി, പുള്ളി ഒരു വിരട്ടി, അങ്ങനത്തെ ഒരു സമീപനം, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ പുള്ളി ഇപ്പോഴും നിലനിർത്തുന്നതിന് കാരണം അത് നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പുള്ളിയുടെ മുമ്പിൽ ചോദിക്കേണ്ട ചോദ്യം നിർഭയം ചോദിച്ചാൽ പുള്ളി ഇതുപോലെ ധാർഷ്ട്യം കാണിക്കത്തില്ല. പുള്ളിക്ക് എങ്ങനെ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പുള്ളി ചെയ്യുന്ന വൃത്തികേടുകൾ എന്താണെന്ന്. ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് കോടികൾ പൊതുപണത്തിൽ നിന്ന് പൈസ എടുത്തിട്ടുള്ള 1% പോലും സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങളാണ് പുള്ളി നാടിനീളെ ഫ്ലെക്സായിട്ടും KSRTC ബസ്സിൻ്റെ പുറകിലും എല്ലാം കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ മാഡത്തിൻ്റെയും ഒക്കെ പണം ഉൾപ്പെടെ നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ്. എന്നിട്ടും പുള്ളിക്ക് യാതൊരു കൂസലുമില്ലാതെ ഇതിലെ നടക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? സ്ട്രോങ് ആയിട്ട് ചോദിക്കണം. നിങ്ങൾ ഞങ്ങളെ, അതായത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണല്ലേ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികളല്ലേ. അത് എൻ്റെ ഉൾപ്പെടെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ സധൈര്യം ചോദിക്കണം. അത് മുഖത്ത് നോക്കി ചോദിക്കണം. നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ബാക്കി
ഞാൻ അടുത്ത പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിക്കും. ഈ 5-ൽ ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നിങ്ങളുടെ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്. ഓക്കെ, താങ്ക് യു.